വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത്. വുളൂ സ്ഥിരമായി പതിവായി ഉണ്ടായിരിക്കുക. ദായിമുൽ വുളൂ, വുളൂ ദായിമായി ഉണ്ടായിരിക്കുന്നത് മുത്തഖീങ്ങളുടെ അടയാളമാണ്. അങ്ങനെ വുളൂഓടുകൂടെയാണ് ഒരാൾ മരണപ്പെടുന്നതെങ്കിൽ സ്വർഗപ്രവേശം സാധ്യമാകുമെന്ന് നമ്മളൊക്കെ പഠിച്ചവരാണ്. പക്ഷെ എന്തോ പലപ്പോഴും നമുക്ക് വുളൂ സ്ഥിരമായി കൊണ്ടു നടക്കാൻ കഴിയുന്നില്ല. നമ്മളൊക്കെ കേട്ടിട്ടില്ലേ, ഇശാ നിസ്കരിച്ച വുളൂ കൊണ്ട് 40 ദിവസം തുടർച്ചയായിട്ട് സുബഹ് നിസ്കരിച്ചിരുന്ന മഹാന്മാരുണ്ടായിരുന്നു എന്നുള്ളതൊക്കെ. മഹാന്മാരുടെ ജീവിതത്തിലൊക്കെ അങ്ങനെയായിരുന്നു. അവർ പതിവായി വുളൂഇനെ ഇങ്ങനെ ദായിമായി കൊണ്ടു നടക്കുന്നവരായിരുന്നു. ഇപ്പോഴും പല ഉമ്മമാരും ഉപ്പമാരൊക്കെ അങ്ങനെയുണ്ട്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് 20 കാര്യങ്ങൾ. ആ 20 കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി വുളൂ എടുക്കൽ പ്രത്യേകം സുന്നത്തുണ്ട്. രണ്ടാമത്തെ ഭാഗത്തിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്, ഇനി നമുക്ക് വുളൂ ഉണ്ടെന്ന് സങ്കല്പിക്കാം. അങ്ങനെ വുളൂ ഉണ്ടെങ്കിലും ഈ 27 കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് വീണ്ടും വുളൂ എടുക്കൽ സുന്നത്തുണ്ട്. രണ്ടാമത്തെ ഭാഗം നിങ്ങൾക്ക് മനസ്സിലായോ? നമുക്ക് വുളൂ ഉണ്ടെന്ന് സങ്കല്പിക്കാം. എന്നാൽ ഈ പറയാൻ പോകുന്ന 27 കാര്യങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ വീണ്ടും ഒരു വുളൂ എടുക്കൽ സുന്നത്തുണ്ട്. അത്തരം 27 കാര്യങ്ങളും അതേപോലെ തന്നെ വുളൂ ചെയ്യൽ സുന്നത്തായ ഈ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി വുളൂ എടുക്കൽ സുന്നത്തുണ്ട്. അങ്ങനെയുള്ള 20 കാര്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. നിങ്ങൾക്ക് ഒരുപാട് ഉപകാരപ്പെടും. കാരണം നമ്മൾ പരിശുദ്ധമായ റമളാൻ ഷരീഫിലേക്ക് പ്രവേശിക്കുകയാണ്. നമ്മളെപ്പോഴും അള്ളാഹുവിലേക്ക് അടുത്ത് ജീവിക്കാനാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ അത്തരം നമ്മുടെ ജീവിതത്തെ നല്ലൊരു ക്രമം കൊണ്ടുവരാൻ ഇത് കാരണമാകുമെന്ന് മനസ്സിലാക്കുന്നു. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാ ദിവസവും സൂചിപ്പിക്കാറുള്ളത് പോലെ തന്നെ നേരിട്ട് കാണാനുള്ള ഡേറ്റ് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ്. ചൊവ്വാഴ്ച നേരിട്ട് വരാൻ വേണ്ടി ബുക്ക് ചെയ്യാൻ വിളിക്കേണ്ടത് ഞായറാഴ്ച 10 മണിക്കാണ്. ഞായറാഴ്ച 10 മണിക്ക് വിളിച്ച് ബുക്ക് ചെയ്തതിന് ശേഷം മാത്രമാണ് വരേണ്ടതെന്ന് ഓർമ്മപ്പെടുത്തേണ്. സദാസമയവും വുളൂ ഉണ്ടായിരിക്കുക എന്നുള്ളത് മുത്തഖീങ്ങളുടെ അടയാളമാണ് നമ്മൾ പറഞ്ഞല്ലോ. അപ്പോൾ വുളൂ ഉണ്ടായിരിക്കൽ വളരെ പ്രധാനപ്പെട്ടൊരു സുന്നത്താണ്. മാത്രമല്ല ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വുളൂഇനെക്കുറിച്ച് പറഞ്ഞിടത്താണ് പറഞ്ഞിട്ടുള്ളത്, ലൗല അൻ അശുഖ അല ഉമ്മത്തി ല അമർത്തുഹും ബിസ്സിവാക്കി ഇൻദ കുല്ലി വുളൂ. എൻ്റെ ഉമ്മത്തിന്, എനിക്കും നിങ്ങൾക്കൊക്കെ പ്രയാസമാകുമായിരുന്നില്ല എങ്കിൽ ല അമർത്തുഹും ബിസ്സിവാക്കി ഇൻദ കുല്ലി വുളൂ, എല്ലാ വുളൂഇൻ്റെ സന്ദർഭത്തിലും മിസ്വാക്ക് ചെയ്യാൻ, ബ്രഷ് ചെയ്യാൻ വേണ്ടി ഞാൻ കൽപ്പിക്കുമായിരുന്നു എന്ന്. നമ്മളൊരു വീഡിയോ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്, സെപ്പറേറ്റ് നമ്മൾ ചെയ്തു വച്ചിട്ടുണ്ട്. വുളൂ ചെയ്യുന്ന സമയത്ത് ബ്രഷ് ചെയ്യുമ്പോൾ പാലിക്കേണ്ട സുന്നത്തുകൾ മാത്രം പറഞ്ഞിട്ട്, ആ സുന്നത്ത് മാത്രം പാലിച്ചിട്ട് നമ്മൾ റമളാനിൽ ഒരു വുളൂ എടുക്കുകയാണെങ്കിൽ എത്ര പ്രതിഫലമാണ് നമുക്ക് ലഭിക്കുക. ആ ഒരു ബ്രഷ് ചെയ്യുന്ന സമയത്ത് പാലിക്കേണ്ട ഒരു സുന്നത്തല്ല, ഒരു പിടി സുന്നത്തുകൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നിങ്ങളൊക്കെ കണ്ടവരായിരിക്കാം. അത് ഇൻഷാ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അപ്പോൾ സദാസമയവും നമുക്ക് വുളൂ ഉണ്ടായിരിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടൊരു സുന്നത്താണ്. എല്ലാ കാര്യങ്ങൾ ചെയ്യുമ്പോഴും വുളൂ എടുക്കൽ പ്രത്യേകം സുന്നത്തുണ്ട്. എല്ലാ കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ വുളൂ എടുക്കൽ പ്രത്യേകം സുന്നത്തുണ്ട്. അതിലൊന്നാമത്തതാണ് ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ. വുളൂ ഇല്ലാണ്ട് ഖുർആൻ തൊടാൻ പറ്റില്ല. നമുക്കൊക്കെ അറിയാം, വുളൂ ഇല്ലാണ്ട് ഖുർആൻ തൊടാൻ പറ്റില്ല, അത് ചുമന്ന് കൊണ്ടുപോകാൻ പറ്റില്ല, അങ്ങനെയൊക്കെയാണ്. പക്ഷേ ഖുർആൻ പാരായണം ചെയ്യാൻ വുളൂ വേണമെന്നില്ല. നിങ്ങളിപ്പോൾ ഒരു സൂറത്തുൽ ഫാത്തിഹ പാരായണം ചെയ്യണം, അല്ലെങ്കിൽ യാസീൻ പാരായണം ചെയ്യണം, അതിന് വുളൂ വേണമെന്നില്ല, നിർബന്ധമില്ല. പക്ഷേ ആ ഖുർആൻ പാരായണം ചെയ്യുന്നതിന് വുളൂ എടുക്കൽ സുന്നത്തുണ്ട്. ഇത് ഖുർആൻ തൊടുന്നതിനെ കുറിച്ചൊന്നുമല്ല കേട്ടോ, തെറ്റിദ്ധരിച്ച് മനസ്സിലാക്കരുത്. ഖുർആൻ നമ്മളിങ്ങനെ തൊടാനോ എടുക്കാനോ അതിനെക്കുറിച്ചൊന്നുമല്ല പറയുന്നത്. ഖുർആൻ ഒരു ഭാഗത്ത് വെച്ച് നമ്മൾ ഓതുകയാണ്, നമുക്ക് മനഃപ്പാഠമുള്ള ഖുർആൻ ഇങ്ങനെ ഓതിക്കൊണ്ടിരിക്കുകയാണ്. അതിന് വുളൂ എടുക്കൽ നിർബന്ധമില്ല, പക്ഷേ അതിന് വുളൂ എടുക്കൽ സുന്നത്തുണ്ട്. നമ്മൾ ചർച്ച ചെയ്യുന്ന ആദ്യത്തെ 20 കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ വുളൂ എടുക്കൽ സുന്നത്തുള്ള 20 കാര്യങ്ങൾ. ഈ 20 കാര്യങ്ങൾ ചെയ്യാൻ വുളൂ എടുക്കൽ പ്രത്യേകം സുന്നത്തുണ്ട്. അതിൽ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളുണ്ടാകും, അല്ലാത്തവയൊക്കെ ഉണ്ടാകും. തഫ്സീർ വായിക്കുമ്പോൾ, തഫ്സീർ എന്ന് പറഞ്ഞാൽ ഖുർആൻ വ്യാഖ്യാനം. അപ്പോൾ ഒരുപാട് തഫ്സീറുകളുണ്ട്, നിങ്ങൾ കേട്ടില്ലേ? തഫ്സീറുർ റാസി, തഫ്സീർ ഖുതുബി, അതേപോലെ തന്നെ തഫ്സീറു ജലാലൈനി, ഇങ്ങനെ നിരവധി തഫ്സീറുകളുണ്ട്. തഫ്സീർ എന്ന് പറഞ്ഞാൽ മഹാന്മാർ, അഇമ്മത്തുകൾ, ഇമാമുകൾ വിശുദ്ധ ഖുർആനിൻ്റെ ഓരോ ആയത്തിനെയും വിശദീകരിച്ച്, ഖുർആന് പരിഭാഷ ചെയ്യാൻ കഴിയൂല. ഖുർആന് ഇവിടെ പരിഭാഷ എന്ന് പറഞ്ഞ് ഇറങ്ങുന്ന സംഭവങ്ങളൊന്നും ഖുർആനിൻ്റെ കറക്റ്റ് പരിഭാഷ ആയിക്കൊള്ളുന്നില്ല. മനസ്സിലായില്ലേ?
അപ്പോൾ എന്താ ശരിക്ക് ഈ മഹാന്മാർ ഇമാമുമാരൊക്കെ ചെയ്യുന്നത് അതിൻ്റെ വ്യാഖ്യാനങ്ങൾ, അതിൻ്റെ വിശദീകരണങ്ങളാണ് കൊടുക്കുന്നത്. അത് മനസ്സിലാക്കി തരണം നമുക്കതിൻ്റെ ആശയങ്ങൾ എന്താണെന്ന്. ആശയവിവർത്തന നടക്കുന്നത്. അപ്പോൾ അതാണ് തഫ്സീർ. നിങ്ങളാരെങ്കിലുമൊക്കെ തഫ്സീർ കണ്ടവരുണ്ടോ? നിങ്ങൾക്ക് പരിചയമുള്ള തഫ്സീറിൻ്റെ പേരുകൾ എഴുതൂ. അതൊക്കെ വലിയ ബറക്കത്തല്ലേ. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട തഫ്സീറുകളൊക്കെ ഉണ്ട്. അപ്പോൾ അത്തരം തഫ്സീറുകൾ നമ്മൾ വായിക്കുമ്പോൾ വുളു എടുക്കൽ പ്രത്യേകം സുന്നത്തുണ്ട് എന്നുള്ളതാണ്. അടുത്ത നോക്കൂ, മൂന്നാമത്തത് ഹദീസ് പാരായണം ചെയ്യുമ്പോൾ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അധരങ്ങളിൽ നിന്ന് ഉതിർന്നു വീണ വളരെ പവിത്രമേറിയ മൊഴിമുത്തുകൾ, അതാണല്ലോ പരിശുദ്ധമായ ഹദീസ്. നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ പറഞ്ഞതാണ്, അതിൻ്റെ സാങ്കേതിക രൂപത്തിൽ പറഞ്ഞതല്ല. അപ്പോൾ ഈ ഹദീസ് നമ്മൾ വായിക്കുമ്പോൾ, അത് പാരായണം ചെയ്യുമ്പോൾ പ്രത്യേകമായിട്ട് നമ്മൾ വുളു എടുക്കൽ സുന്നത്തുണ്ട് എന്നുള്ളതാണ്. ഏതെങ്കിലും ഒരു ഹദീസ് പറയുമ്പോൾ അത് വലിയ മഹത്വമുള്ളതാണ്. മഹാന്മാരൊക്കെ ഒരു ഹദീസ് അവരുടെ ശിഷ്യന്മാർക്ക് കൈമാറുമ്പോൾ, ഇമാമുമാർ അവിടുത്തെ ശിഷ്യന്മാർക്ക് വിദ്യാർത്ഥികൾക്ക് ഒരു ഹദീസ് പറഞ്ഞു കൊടുക്കുന്ന സമയത്ത്, കൈമാറുന്ന സമയത്ത് വുളുവോടുകൂടെയായിരുന്നു അത് പറഞ്ഞു കൊടുത്തിരുന്നതും അത് കേട്ടിരുന്നതും വുളുവോടുകൂടെയായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഹദീസ് പാരായണം ചെയ്യുമ്പോൾ വുളു എടുക്കൽ പ്രത്യേകം സുന്നത്തുണ്ട്. അടുത്ത നോക്കൂ, ഖുർആൻ, ഹദീസ്, നമ്മളെ ഇൽമ്, ശർഈയായ ഇൽമ്. ഇൽമ് എന്ന് പറഞ്ഞാൽ ദീനിയായ ഇൽമ്. ഇത്തരം കാര്യങ്ങളൊക്കെ എഴുതുന്ന സമയത്ത്, കിതാബത്ത് ചെയ്യുന്ന സമയത്ത് പ്രത്യേകം വുളു എടുക്കൽ സുന്നത്തുണ്ട് എന്നുള്ളതാണ്. ഇനി നോക്കൂ, അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഖുർആൻ എന്തെങ്കിലും എഴുതണം, അപ്പോൾ വുളുവോട് കൂടെയാണ് എഴുതേണ്ടത്. ഹദീസ് എഴുതണം, വുളുവോട് കൂടെയാണ്, സുന്നത്താണ്. ഹദീസ് എഴുതണം, വുളുവോട് കൂടെയാണ്. ശർഈയായ ഇൽമ്, നമ്മൾ നിസ്കാരവുമായി ബന്ധപ്പെട്ട ഇൽമുകൾ എഴുതുകയാണ്, അപ്പോഴൊക്കെ വുളുവോട് കൂടെ എഴുതാൻ വേണ്ടി ശ്രമിക്കുക. നമ്മുടെ ഇവിടേക്കിൽ നേരിട്ട് വരുന്ന ചില ആളുകളൊക്കെ നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഉസ്താദിൻ്റെ അസ്മാഉൽ ഹുസ്നയുടെ ക്ലാസ്, അതേപോലെ തന്നെ ഉസ്താദ് പറയുന്ന ഓരോ അമലുകളും ഖിബ്ലക്ക് മുന്നിട്ട് വുളുവോട് കൂടെയാണ് ഞാൻ എഴുതി വെക്കാറുള്ളതെന്ന്. അൽഹംദുലില്ലാ, മാഷാ അല്ലാഹ്. അതിനൊക്കെ അവരുടെ ജീവിതത്തിൽ അതുകൊണ്ട് അമൽ ചെയ്യുമ്പോഴൊക്കെ നല്ല ഫലം ഉണ്ടാകും എന്നുള്ളതാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതേപോലെ തന്നെ അഞ്ചാമത്തത്, ഖുർആൻ, ഹദീസ്, ഫിഖ്ഹ് തുടങ്ങിയവ കേൾക്കുന്നതിന് വേണ്ടി വുളു എടുക്കൽ പ്രത്യേകം സുന്നത്തുണ്ട്. ഖുർആൻ, ഹദീസ്, ഫിഖ്ഹ് തുടങ്ങിയവ കേൾക്കുമ്പോൾ, നമ്മളിപ്പോൾ എന്തെങ്കിലും ക്ലാസ്സുകൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് വിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെട്ടത്, അല്ലെങ്കിൽ ഖുർആൻ പാരായണം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്, ഹദീസ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഫിഖ്ഹ് എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ, നമ്മുടെ കർമ്മശാസ്ത്രം, നിസ്കാരവുമായി ബന്ധപ്പെട്ടത്, സക്കാത്തുമായി ബന്ധപ്പെട്ടത്, നോമ്പുമായി ബന്ധപ്പെട്ടത്, ഹജ്ജുമായി ബന്ധപ്പെട്ടത്, അതേപോലെ തന്നെ ഇങ്ങനെയുള്ള ഓരോ നമ്മുടെ ദീനി ചെയ്യേണ്ട ചില കാര്യങ്ങൾ, അതേപോലെ തന്നെ ഇത് ഇബാദാത്തുകളിൽ പെട്ടതാണ്. ഇനി നമ്മുടെ മുആമലാത്തുണ്ട് ഫിഖ്ഹിൽ, മുനാക്കഹാത്തുണ്ട് ഫിഖ്ഹിൽ, ജിനായാത്തുണ്ട് ഫിഖ്ഹിൽ. ഇങ്ങനെ ഫിഖ്ഹ് 4 ഭാഗങ്ങളാണ്. ഈ ഫിഖ്ഹിലെ ഓരോ ഭാഗങ്ങളും നമ്മൾ കേൾക്കുമ്പോൾ, മതവിജ്ഞാനം കേൾക്കുന്ന സമയത്തൊക്കെ നമ്മൾ വുളു എടുക്കൽ പ്രത്യേകം സുന്നത്തുണ്ട് എന്നുള്ളതാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആറാമത്തത്, ഈ ഇൽമിയായ, ശർഈയായ ഇൽമുകൾ എഴുതപ്പെട്ടിട്ടുള്ള കിതാബുകൾ നാം അത് ചുമക്കുമ്പോൾ, നമ്മളത് എടുക്കുമ്പോൾ വുളുവോടുകൂടെ എടുക്കൽ പ്രത്യേകം സുന്നത്തുള്ള കാര്യമാണ്. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഫിഖ്ഹിൻ്റെ കിതാബുകൾ, നിങ്ങൾക്കറിയാവുന്ന ഫിഖ്ഹിൻ്റെ കിതാബുകൾ ഏതൊക്കെ? ഫത്ഹുൽ മുഈൻ അറിയോ? അതേപോലെ തന്നെ വലിയ വലിയ കിതാബുകളുണ്ട്, ഷാഫിഈ മദ്ഹബിലെ തന്നെ ആധികാരികമായ കിതാബുകൾ. ഞാൻ അവകളുടെ പേരുകളൊന്നും പറയുന്നില്ല, നിങ്ങൾക്ക് അറിയാവുന്നത് നിങ്ങൾ എഴുതി അറിയിക്കാം. അതേപോലെയുള്ള കിതാബുകൾ എടുക്കുമ്പോൾ വുളു എടുക്കൽ പ്രത്യേകം സുന്നത്തുണ്ട്. അടുത്തത്, മതപഠനം നടത്തുമ്പോൾ എന്ന് പറഞ്ഞാൽ ഒരു വിദ്യാർത്ഥി ഇൽമ് മറ്റൊരാളിൽ നിന്ന് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ, ഇൽമ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ശർഈയായ ഇൽമാണ്, അവിടെ വുളു എടുക്കൽ പ്രത്യേകം സുന്നത്തുണ്ട്. അപ്പോൾ മദ്രസയിലേക്ക് പോകുമ്പോൾ കുട്ടികൾ വുളു എടുത്തു പോകൽ പ്രത്യേകം സുന്നത്തുള്ള കാര്യമാണ്. അപ്പോൾ സുബഹി നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് വുളു എടുത്ത് പോകുന്ന മക്കളാണെന്നുണ്ടെങ്കിൽ ആ വുളു അങ്ങനെ നിലനിന്നോളൂ. അള്ളാഹു നമ്മുടെ മക്കൾക്കൊക്കെ നല്ല സന്തോഷമുള്ള, ഇപ്പോൾ എക്സാമിൻ്റെ ടൈമാണല്ലോ, നല്ല വിജയമൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതേപോലെ തന്നെ മതാധ്യാപനം നടത്തുമ്പോൾ, എന്ന് വെച്ചാൽ ഒരു ഉസ്താദ് അവരുടെ ശിഷ്യർക്ക് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ആ ഉസ്താദിന് വുളു എടുക്കൽ പ്രത്യേകം സുന്നത്തുണ്ട് എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഇതൊക്കെ ജീവിതത്തിലേക്ക് പകർത്താനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതേപോലെ തന്നെ പള്ളിയിലേക്ക് പ്രവേശിക്കുമ്പോൾ,
നമ്മളിപ്പോൾ പള്ളിയിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് നിസ്കരിക്കാനൊന്നുമല്ല, ജസ്റ്റ് പള്ളിയിലേക്ക് പ്രവേശിക്കണം. പള്ളിയിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് ഉളു എടുക്കൽ സുന്നത്തുണ്ട്. നിസ്കരിക്കുമ്പോൾ പിന്നെ ഉളു എടുക്കൽ നിർബന്ധമാണല്ലോ. പള്ളി എന്ന് പറയുന്ന അള്ളാഹുവിൻ്റെ പവിത്രമായ ഭവനത്തിലേക്ക് ഒരാൾ പ്രവേശിക്കാൻ ഉദ്ദേശിച്ച് കഴിഞ്ഞാൽ ഉളു എടുത്ത് പ്രവേശിക്കൽ പ്രത്യേകം സുന്നത്തുണ്ട്. നമ്മളിപ്പോൾ ഈ എണ്ണുന്നത്, ഇപ്പോൾ നമ്മൾ 9 കാര്യങ്ങൾ എണ്ണി. ഈ 9 കാര്യങ്ങളും എണ്ണിയത് എന്തുമായി ബന്ധപ്പെട്ടതാണ്? നമുക്ക് ഈ കാര്യങ്ങൾ ചെയ്യാൻ വുളു എടുക്കൽ സുന്നത്തുണ്ട് എന്ന് പറയാൻ വേണ്ടിയാണ്. അതേപോലെ തന്നെ വാങ്ക്, ഇഖാമത്ത് ഇവ കൊടുക്കുന്ന സമയത്ത് വുളു എടുക്കൽ പ്രത്യേകം സുന്നത്തുണ്ട്. അത് നിർബന്ധമില്ല. വാങ്ക് കൊടുക്കൽ വുളു എടുത്തിട്ട് തന്നെ ആവണോ? വേണ്ട. ഇഖാമത്ത് കൊടുക്കൽ വുളു എടുത്തിട്ട് തന്നെ ആവണോ? വേണ്ട. ഇതൊക്കെ കൊടുക്കുന്ന സമയത്ത് വുളു എടുക്കൽ സുന്നത്തുണ്ട് എന്നാണ് പറയുന്നത്. 11ാമത്തെ സുന്നത്തായ ഖുതുബ നിർവഹിക്കാൻ, സുന്നത്തായ ഖുതുബ നിർവഹിക്കാൻ വേണ്ടി വുളു എടുക്കൽ സുന്നത്തുണ്ട്. ദിക്ർ ചൊല്ലുന്നതിന് വേണ്ടി വുളു എടുക്കൽ സുന്നത്തുണ്ട്. പള്ളിയിൽ പ്രവേശിക്കുന്ന സമയത്ത് നമ്മൾ പറഞ്ഞല്ലോ, പള്ളിയിൽ പ്രവേശിക്കുമ്പോൾ വുളു എടുക്കൽ സുന്നത്തുണ്ടെന്ന്. അറഫയിൽ നിൽക്കുമ്പോൾ, അതേപോലെ തന്നെ സഅയ് ചെയ്യുമ്പോൾ, ഖബർ സിയാറത്ത് ചെയ്യുമ്പോൾ, നമ്മൾ സ്വാലിഹീങ്ങളുടെയും മഹാന്മാരുടെയൊക്കെ ഖബർ സിയാറത്ത് ചെയ്യാൻ വേണ്ടി പോകും. അത്തരം ഖബർ സിയാറത്ത്, സിയാറത്തുൽ ഖുബൂർ, ഇത്തരം സന്ദർഭങ്ങളിൽ വുളു എടുക്കൽ പ്രത്യേകം സുന്നത്തുണ്ട്. നമ്മൾ പലപ്പോഴും സൂചിപ്പിച്ചിട്ടുണ്ട്, നമ്മുടെ നാട്ടിൻ്റെ അടുത്തുള്ള ഏതെങ്കിലും ഒരു മഹാൻ അന്ത്യവിശ്രമം കൊള്ളുന്നുണ്ടാകും. നമ്മൾ ആ മഹാനോടൊക്കെ ഒരു ബന്ധം ഉണ്ടാക്കി വെച്ചാൽ വലിയ നേട്ടമായിരിക്കും. അങ്ങനെ വുളു എടുക്കൽ പ്രത്യേകം സുന്നത്തുണ്ട്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മയ്യത്ത് ചുമന്നു കൊണ്ടുപോകുമ്പോൾ വുളു എടുക്കൽ പ്രത്യേകം സുന്നത്തുണ്ട്. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ബന്ധപ്പെടുന്ന സമയത്ത് വുളു എടുക്കൽ പ്രത്യേകം സുന്നത്തുണ്ട്. ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് വുളു എടുക്കൽ പ്രത്യേകം സുന്നത്തുണ്ട്. നമ്മൾ കപ്പൽ യാത്ര ചെയ്യുകയാണ്, എന്നാൽ അത്തരം സന്ദർഭങ്ങളിലും വുളു എടുക്കൽ പ്രത്യേകം സുന്നത്തുണ്ട്. ഈ പറഞ്ഞതൊക്കെ കൃത്യമായി ഷാഫിഈ മദ്ഹബിലെ ആധികാരിക ഗ്രന്ഥങ്ങളായ ഫത്ഹുൽ മുഈൻ ഉൾപ്പെടെയുള്ള തുഹ്ഫത്തുൽ മുഹ്താജ് ഉൾപ്പെടെയുള്ള കിതാബുകളിൽ നിന്ന് കൃത്യമായി നമുക്ക് ബോധ്യപ്പെടുന്ന രൂപത്തിൽ അവരൊക്കെ ഇമാമുകളൊക്കെ രേഖപ്പെടുത്തി വെച്ചതാണ്. അപ്പോൾ വുളു എടുക്കൽ സുന്നത്തുള്ള ചില സന്ദർഭങ്ങളാണ് ഇവിടെ പറഞ്ഞത്. എന്ത്, നമുക്ക് വുളു ഇല്ലാത്ത സമയത്താണെന്നുണ്ടെങ്കിലും ഇത് ചെയ്യാവുന്നതാണ്. പക്ഷേ ഈ കാര്യങ്ങൾ, ഇപ്പോൾ പറഞ്ഞ 20 കാര്യങ്ങൾ ചെയ്യുന്നതിൻ്റെ തൊട്ട് മുമ്പ് വുളു എടുക്കൽ സുന്നത്തുണ്ട് എന്നുള്ളതാണ്. ഇനി നമ്മൾ പറയാൻ പോകുന്ന 27 കാര്യങ്ങളുടെ പ്രത്യേകത, അത് നമുക്ക് വുളു ഉണ്ട് എന്ന് സങ്കല്പിക്കുക. ഇപ്പം നമ്മൾ വുളുയിലാണ്, എന്നാൽ ഈ പറയാൻ പോകുന്ന കാര്യങ്ങൾ നമുക്കുണ്ടായിക്കഴിഞ്ഞാൽ വീണ്ടും ഒരു വുളു എടുക്കൽ പ്രത്യേകം സുന്നത്തുണ്ട്. ആ വുളു എങ്ങനെ എടുക്കേണ്ടത്? അത് സാധാരണ വുളു എടുക്കുന്നത് പോലെയുള്ളൊരു വുളു വീണ്ടും എടുക്കൽ സുന്നത്തുണ്ട് എന്നുള്ളത്. ആ കാര്യങ്ങൾ ഏതാ? പാടില്ലാത്ത വല്ല സംസാരവും ഉണ്ടായാൽ, കലാമുൻ ഖബീഹ്, പാടില്ലാത്ത വല്ല സംസാരങ്ങളുണ്ടായി, നമ്മൾ കളവാവാം, അത് അല്ലെങ്കിൽ നമീമത്താവാം, ഒരാളെ വെറുതെ ആരോപിച്ച വ്യഭിചാരാരോപണം നടത്തിയതാകാം, അല്ലെങ്കിൽ കള്ളസാക്ഷ്യം വഹിച്ചതായിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ സത്യം ചെയ്ത് പഴച്ചതായിരിക്കാം. ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ, മറ്റുള്ളവരെ കാഫിര്യങ്ങളാക്കി സംസാരിച്ചതായിരിക്കാം. ഒരിക്കലും പാടില്ലാത്ത സംസാരങ്ങൾ നമ്മുടെ ഭാഗത്ത് നിന്ന് സംഭവിച്ചാൽ ഉടനെ തന്നെ നമുക്ക് വുളു ഉണ്ടെങ്കിലും ഒരു വുളുവും കൂടെ പോയി എടുക്കൽ പ്രത്യേകം സുന്നത്തുണ്ട്. അള്ളാഹു നമുക്ക് ജീവിതത്തിൽ പകർത്താനുള്ള തൗഫീഖ് നൽകട്ടെ. ഇൻഷാ അല്ലാഹ് നമ്മുടെ നാക്കിൽ നിന്നൊക്കെ പലപ്പോഴും ആവശ്യമില്ലാത്ത പലതും സംഭവിക്കുമല്ലോ. അപ്പോൾ അത്തരം സന്ദർഭങ്ങളിലൊക്കെ വുളു എടുക്കൽ പ്രത്യേകം സുന്നത്തുണ്ട് എന്നുള്ളതാണ്. അതേപോലെ തന്നെ തെറ്റായ വല്ല പ്രവർത്തനത്തിലും ഏർപ്പെട്ട് കഴിഞ്ഞാൽ വുളു എടുക്കൽ പ്രത്യേകം സുന്നത്തുണ്ട്. തെറ്റായ വല്ല പ്രവർത്തനത്തിലും ഏർപ്പെട്ട് കഴിഞ്ഞത് പറഞ്ഞാൽ, നേരത്തെ പറഞ്ഞ് നമ്മുടെ നാക്ക് കൊണ്ട് എന്തെങ്കിലും അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ എന്നാണ് പറഞ്ഞത്. ഇപ്പോൾ പറഞ്ഞത് അങ്ങനെയല്ല, നമ്മുടെ തെറ്റായ എന്തെങ്കിലും പ്രവർത്തനങ്ങൾ കൈകൊണ്ടോ കാലുകൊണ്ടോ, ഇപ്പോൾ നമ്മൾ ഹറാമായ ഭാഗത്തേക്ക് നോക്കുകയോ മറ്റൊക്കെ ചെയ്താൽ വുളു എടുക്കൽ പ്രത്യേകം സുന്നത്തുണ്ട്. നമ്മൾ വുളു ഉള്ളവരാണെങ്കിലും ഒരു വുളു എടുക്കൽ സുന്നത്തുണ്ട്. ഇതിനർത്ഥം ആ വുളു മുറിഞ്ഞു എന്നൊന്നുമല്ല കേട്ടോ. വുളു എടുക്കൽ പ്രത്യേകം സുന്നത്തുണ്ട് എന്നുള്ളതാണ്. വുളു മുറിയുന്ന കാര്യങ്ങൾ ഏതാണെന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് അറിയാം. ഇങ്ങനെ ഉണ്ടെങ്കിലും ഒരു വുളു എടുക്കൽ പ്രത്യേകം സുന്നത്തുണ്ടെന്നാണ്. മുമ്പ് ഏതോ ഒരു വീഡിയോയിൽ ആരൊക്കെയോ ഒരു വിവാദം ഉണ്ടായിരുന്നു, എന്തോ ഒരു വിഷയം പറഞ്ഞിട്ട്, ഒട്ടകവുമായി ബന്ധപ്പെട്ടിട്ടല്ലേ, ഞാൻ ആ വിഷയം ഇതിൽ പറയുന്നുണ്ട്. അപ്പോൾ വുളു മുറിയുന്നു അങ്ങനെ എന്തോ പറഞ്ഞിട്ട് എനിക്ക് കൃത്യമായിട്ട് ഓർക്കുന്നില്ല, അതുകൊണ്ടാണ് അതിലേക്ക് വരാത്തത്. അപ്പോൾ
വുളൂ ഉണ്ടെങ്കിലും വീണ്ടും ഒരു വുളൂ എടുക്കൽ സുന്നത്തുണ്ടെന്നാണ്. വുളൂ മുറിയുന്ന കാര്യങ്ങൾ എന്താണെന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് അറിയാം. അത് വളരെ ചുരുങ്ങിയ കാര്യങ്ങളാണ്. നമ്മൾ മറ്റു സന്ദർഭങ്ങളിലൊക്കെ അത് വിശദീകരിച്ചതാണ്. അപ്പോൾ രണ്ടാമത്തെ കാര്യം അതാണ്. മൂന്നാമത്തത്, വിവാഹബന്ധം ഹറാമായ ഒരു സ്ത്രീയെ സ്പർശിച്ചാൽ അവിടെ വുളൂ എടുക്കൽ പ്രത്യേകം സുന്നത്തുണ്ട്. അതേപോലെ തന്നെ ഈ നമ്മുടെ പ്രൈവറ്റ് പാർട്സ്, ഗുഹ്യഭാഗങ്ങളിലൊക്കെ അതിൻ്റെ പരിസരങ്ങളിൽ സ്പർശിച്ചാൽ, അതിൻ്റെ അറൗണ്ടിൽ സ്പർശിച്ചാൽ, നേരെ മറിച്ച് ആ പ്രൈവറ്റ് പാർട്ടുകളിൽ സ്പർശിച്ചാൽ വുളൂ മുറിയും. അപ്പോൾ പിന്നെ നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾക്കൊക്കെ വേണ്ടി വുളൂ എടുക്കൽ നിർബന്ധമാണല്ലേ. എന്നാൽ ഈ ഇങ്ങനെയുള്ള സ്പർശനമാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ വുളൂ എടുക്കൽ പ്രത്യേകം, വുളൂ ഉണ്ടെങ്കിലും ഒരു വുളൂ എടുക്കൽ സുന്നത്തുണ്ട്. അവിടെ വുളൂ ഉണ്ടെങ്കിൽ എന്ന് പറയാൻ കാരണം എന്താ, വുളൂ മുറിഞ്ഞിട്ടില്ല. കാരണം പ്രൈവറ്റ് പാർട്ടിൽ സ്പർശിച്ചാലാണ് വുളൂ മുറിയുക. പക്ഷെ നമ്മൾ ആ പാർട്ടിലല്ലല്ലോ സ്പർശിക്കുന്നത്, വുളൂ മുറിയാത്ത ഭാഗങ്ങളിലാണ് സ്പർശിക്കുന്നത്. പക്ഷെ അതിനോട് ചേർന്ന് കിടക്കുന്ന ഭാഗം എന്ന അടിസ്ഥാനത്തിൽ വുളൂ ഉണ്ടെങ്കിലും വുളൂ എടുക്കൽ പ്രത്യേകം സുന്നത്തുണ്ട്. മയ്യത്ത് നമ്മൾ സ്പർശിച്ച് കഴിഞ്ഞാൽ, തൊട്ട് കഴിഞ്ഞാൽ വുളൂ ഉണ്ടെങ്കിലും ഒന്നും കൂടെ വുളൂ എടുക്കൽ പ്രത്യേകം സുന്നത്തുണ്ട്. ഇതിലൊക്കെ പല അറിവുകളും ഒരു പക്ഷേ നിങ്ങൾക്ക് മുമ്പ് അറിവുള്ളതായിരിക്കാം, നിങ്ങൾ ആദ്യമായിട്ട് കേൾക്കുന്നതായിരിക്കാം. എന്തായാലും ഇൽമാണല്ലോ, അത് കേൾക്കുന്നതും പഠിക്കുന്നതും ഇപ്പോൾ എല്ലാം പ്രത്യേകം നല്ല കാര്യങ്ങളിൽ പെട്ടതാണല്ലോ. മയ്യത്ത് ചുമന്നു കൊണ്ടുപോകുന്നയാൾക്ക് അയാൾക്ക് വുളൂ ഉണ്ടെങ്കിലും വീണ്ടും ഒരു വുളൂ എടുക്കൽ സുന്നത്തുണ്ട് എന്നുള്ളതാണ് ഫിഖ്ഹിൻ്റെ കിതാബുകളിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. വെള്ളപ്പാണ്ട് പോലെയുള്ള രോഗമുള്ളവരെ സ്പർശിച്ചു കഴിഞ്ഞാൽ വുളൂ എടുക്കൽ പ്രത്യേകം സുന്നത്തുണ്ട്. അന്യസ്ത്രീയുടെ നഖം, മുടി പോലെയുള്ളവ തുടങ്ങിയവ സ്പർശിച്ചു കഴിഞ്ഞാൽ വുളൂ എടുക്കൽ സുന്നത്തുണ്ട്. താടി മുളക്കുന്ന പ്രായമെത്തിയിട്ടില്ലാത്ത ആൺകുട്ടികളെ സ്പർശിച്ചാലും വുളൂ എടുക്കൽ പ്രത്യേകം സുന്നത്തുണ്ട്. അള്ളാഹു നമുക്ക് ഈ കാര്യങ്ങളൊക്കെ ജീവിതത്തിലേക്ക് പകർത്താനുള്ള തൗഫീഖ് നൽകട്ടെ. അവിശ്വാസിയെ സ്പർശിച്ചു കഴിഞ്ഞാൽ വുളൂ എടുക്കൽ സുന്നത്തുണ്ട്. ഹിജാമ ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. നമ്മുടെ കൂട്ടത്തിലൊക്കെ ഹിജാമ ചെയ്യുന്ന ധാരാളം ആളുകളുണ്ട്. ഹിജാമ ചെയ്യുന്ന ആളുകൾ ആ ഹിജാമ പോലെയുള്ള രക്തചികിത്സ ഒക്കെ നടത്തുന്ന ആളുകൾക്ക് അത് കഴിഞ്ഞു കഴിഞ്ഞാൽ വുളൂ എടുക്കൽ പ്രത്യേകം സുന്നത്തുണ്ട് എന്നുള്ളതാണ്. അമിതമായി ഇങ്ങനെ പൊട്ടിച്ചിരിക്കുകയാണ്, ഒരു നോർമൽ ലെവൽ വിട്ടിട്ടുള്ളൊരു ചിരി, വെറുതെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞതിൻ്റെ പേരിലോ മറ്റൊക്കെ ആയിട്ട് അങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് അമിതമായിട്ട്. അങ്ങനെ നമുക്ക് തന്നെ തോന്നുന്ന അത് നോർമൽ പരിധിയിൽ നിന്നും വിട്ടുപോയൊരു ചിരിയാണെന്നുള്ളത്. അങ്ങനെയുള്ള ഒരു ചിരിയുടെ അവസ്ഥയിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞാൽ അവിടെയും വുളൂ ഉണ്ടെങ്കിലും വുളൂ എടുക്കൽ പ്രത്യേകം സുന്നത്തുണ്ട് എന്നുള്ളതാണ്. നഖം മുറിച്ച് കഴിഞ്ഞാൽ, നഖങ്ങൾ മുറിച്ച് കഴിഞ്ഞാൽ, കയ്യിൻ്റെ കാലിൻ്റെയൊക്കെ നഖം മുറിച്ച് കഴിഞ്ഞാൽ പ്രത്യേകം വുളൂ സുന്നത്തുണ്ട്. നഖം മുറിക്കുന്നതുമായി ബന്ധപ്പെട്ട് മാത്രം ഒരു വീഡിയോ ചെയ്യാനുണ്ട്. നഖം എങ്ങനെയാണ് മുറിച്ച് തുടങ്ങേണ്ടത്, എവിടം മുതൽ തുടങ്ങണം, എവിടം അവസാനിക്കണം, മുറിക്കുമ്പോൾ എങ്ങനെയാണ് മുറിക്കേണ്ടത്, എന്താണ് അതിൻ്റെ മര്യാദകൾ, ഏതെല്ലാം ദിവസങ്ങളിലാണ്. ചില ആളുകളൊക്കെ ചില ദിവസങ്ങളിൽ മുറിച്ചു കഴിഞ്ഞാൽ ചില പ്രശ്നങ്ങളുണ്ടെന്ന് പറയുന്നു, അതേപോലെ തന്നെ ചില രോഗങ്ങൾ വരുമെന്ന് പറയുന്നു. അങ്ങനെയൊക്കെ പറയുന്ന പല കാര്യങ്ങളും കേൾക്കുന്നുണ്ട്. അപ്പോൾ എന്നൊക്കെ ചോദിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ അതിനെക്കുറിച്ച് പ്രത്യേകം പറയുന്നത്. അപ്പോൾ അത്തരം സന്ദർഭങ്ങളിലൊക്കെ വുളൂ എടുക്കൽ പ്രത്യേകം സുന്നത്തുണ്ട്. ഇൻഷാ അല്ലാഹ് അതിനെക്കുറിച്ച് സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്യാം, നഖം മുറിക്കുന്നതുമായി ബന്ധപ്പെട്ട് മാത്രം ഇൻഷാ അല്ലാഹ്. അപ്പോൾ നഖം മുറിച്ച് കഴിഞ്ഞാൽ അവിടെ വുളൂ എടുക്കൽ പ്രത്യേകം സുന്നത്തുണ്ട്. വുളൂ ഉണ്ടെങ്കിലും വുളൂ എടുക്കൽ സുന്നത്തുണ്ട്. അതേപോലെ തന്നെ മുടി വെട്ടിയാൽ വുളൂ ഉണ്ടെങ്കിലും എടുക്കൽ പ്രത്യേകം സുന്നത്തുണ്ട്. നമ്മുടെ മീശ, ബിയേഡ് അത് വെട്ടിക്കഴിഞ്ഞാൽ, അത് വെട്ടിക്കഴിഞ്ഞാൽ വീണ്ടും വുളൂ എടുക്കൽ സുന്നത്തുണ്ട്. അമിത ഭയമുണ്ടായാൽ, നമുക്ക് വല്ലാത്ത ഭയമുണ്ട്, പെട്ടെന്ന് എന്തോ ഒരു വിഷയത്തിൽ നല്ല ഭയമുണ്ട്, അപ്പോൾ ആ സമയത്ത് പ്രത്യേകമായിട്ട് വുളൂ എടുക്കൽ സുന്നത്തുണ്ട്. നിങ്ങൾ നോക്കൂ, നമ്മൾ ആദ്യം പറഞ്ഞല്ലോ വുളൂ ചെയ്യൽ സുന്നത്തുള്ള കാര്യങ്ങൾ, ഈ കാര്യങ്ങൾക്ക് വേണ്ടി വുളൂ ചെയ്യണം എന്ന് പറഞ്ഞല്ലോ. അതിപ്പോൾ ഏതുപോലെ എന്ന് പറഞ്ഞാൽ അവിടെ എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ, അവിടെ വുളൂ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല, പിന്നെ പോയിട്ട് വുളൂ ചെയ്യൽ സുന്നത്തുള്ള കാര്യങ്ങൾ പെട്ടതല്ല. അതിപ്പോൾ പറയുന്നതാണ്. നമ്മൾ ചീത്ത കാര്യങ്ങൾ നമ്മുടെ നാക്കിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ വുളൂ എടുക്കൽ പ്രത്യേകം സുന്നത്തുണ്ടെന്നൊക്കെ പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ദോഷങ്ങളൊക്കെ പുറത്തു കിട്ടുന്ന, നമ്മുടെ കയ്യിൽ നിന്നും മുഖത്തിൽ നിന്നൊക്കെ വുളൂ എടുക്കുന്ന സമയത്ത് ഇങ്ങനെ ഓരോ തുള്ളികൾ ഇങ്ങനെ ഉറ്റി വീഴുന്നതിനനുസരിച്ച് ഒരുപാട് ദോഷങ്ങൾ നമുക്ക് പുറത്തു കിട്ടും. അള്ളാഹു നമ്മയൊക്കെ വിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഉറക്കിൽ നിന്ന് ഉണർന്നാൽ ഉടനെ വുളൂ എടുക്കൽ സുന്നത്തുണ്ട്. അതേപോലെ തന്നെ
നമ്മൾ വൊമിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഛർദ്ദിച്ച് കഴിഞ്ഞാൽ വുളു എടുക്കൽ സുന്നത്തുണ്ട്. വേവിച്ച ഭക്ഷണം കഴിച്ചാൽ പ്രത്യേകം വുളു എടുക്കൽ സുന്നത്തുണ്ട്. ഒട്ടകമാംസം കഴിച്ചാൽ വുളു എടുക്കൽ സുന്നത്തുണ്ട്. ദേഷ്യം പിടിക്കുന്ന സമയത്ത് വുളു എടുക്കൽ സുന്നത്തുണ്ട്. വൈകാരികമായ നോട്ടം ചിലപ്പോഴൊക്കെ ഉണ്ടാകും, വികാരത്തോടു കൂടെയുള്ള നോട്ടം. അത്തരം നോട്ടങ്ങൾ ഉണ്ടായാൽ വുളു എടുക്കൽ സുന്നത്തുണ്ട്. നമ്മുടെ ഇരിപ്പിടം ഭൂമിയിൽ ഉറപ്പിച്ച് വുളു മുറിയാത്ത രൂപത്തിൽ ഇരുന്ന് ഉറങ്ങാൻ പറ്റുന്നൊരു രൂപമുണ്ട്. പലർക്കും അറിയാം, പലരും അതൊക്കെ പഠിച്ചവരാണ് മദ്രസകളിൽ നിന്നൊക്കെ അല്ലേ. ഭൂമിയിൽ നമ്മൾ ഇരിപ്പിടം ഉറപ്പിച്ച് വുളു മുറിയാത്ത രൂപത്തിൽ ഉറക്കം നടന്നു കഴിഞ്ഞാൽ അവിടെ വുളു മുറിയൂല എന്നുള്ളതല്ലേ. ഉറക്കം മുറിയാത്ത രൂപത്തിൽ പറഞ്ഞൊരു ഇരുത്തത്തിലിരുന്നാൽ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അത്തരം സന്ദർഭത്തിൽ വുളു മുറിഞ്ഞിട്ടില്ലെങ്കിലും അവിടെ വുളു എടുക്കൽ പ്രത്യേകം സുന്നത്തുണ്ട്. അപ്പോൾ നോക്കൂ, വുളു ഉണ്ട്. അപ്പോൾ ആ സമയത്ത് വുളു എടുക്കൽ പ്രത്യേകം സുന്നത്തുണ്ട് എന്നാണ് മഹാന്മാർ നമ്മെ പഠിപ്പിക്കുന്നത്. വുളു മുറിഞ്ഞോ എന്ന് സംശയിച്ചാൽ വുളു എടുക്കൽ പ്രത്യേകം സുന്നത്തുണ്ട്. അവിടെ വുളു മുറിഞ്ഞിട്ടില്ല, കാരണം മുറിഞ്ഞോ എന്നുള്ള സംശയമുള്ളൂ. അപ്പോൾ വുളു ഉണ്ട്, ഉണ്ടാവാനും ഇല്ലാതിരിക്കാനും സാധ്യതയുണ്ട്. അപ്പോൾ ഉണ്ട് എന്നുള്ള അർത്ഥത്തിൽ നോക്കുമ്പോൾ വുളു ഉണ്ട്. ആ വുളു ഉണ്ടായ സ്ഥിതിക്ക് പിന്നെയും അവനൊരു വുളു എടുക്കൽ പ്രത്യേകം സുന്നത്തുണ്ട്. ഫർളോ സുന്നത്തോ ആയ കുളിക്ക് വേണ്ടിയിട്ട് വീണ്ടും ഒരു വുളു എടുക്കൽ സുന്നത്തുണ്ട്. ജനാബത്തുള്ളയാളുണ്ടല്ലോ, ജനാബത്തുള്ളയാൾ അവർ ഭക്ഷണം കഴിക്കാൻ, അതേപോലെ തന്നെ ദിക്ർ ചൊല്ലാൻ, ഉറക്കം ഇവകളൊക്കെ ഉദ്ദേശിച്ച് കഴിഞ്ഞാൽ വുളു എടുക്കൽ പ്രത്യേകം സുന്നത്തുണ്ട്. വുളു ചെയ്ത ശേഷം ഫർളോ സുന്നത്തോ ആയ നിസ്കാരം നിർവഹിച്ചു കഴിഞ്ഞാൽ വുളു ഉണ്ടെങ്കിലും പിന്നെയും ഒരു വുളു എടുക്കൽ സുന്നത്തുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഈ ദായിമുൽ വുളു ഉണ്ടാകാനുള്ള തൗഫീഖൊക്കെ നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതൊരു വലിയ തൗഫീഖാണ്. അത് അള്ളാഹുവിന് വലിയ ഭാഗ്യം ലഭിച്ച അള്ളാഹുവിൻ്റെ തൗഫീഖ് ലഭിച്ച ആളുകൾക്ക് ലഭിക്കുന്ന വലിയ നേട്ടങ്ങളിൽപ്പെട്ടതാണത്. ഏത്? വുളു സ്ഥിരമായി ഉണ്ടായിരിക്കുക എന്നുള്ളത്. അപ്പോൾ ഇതിലൊക്കെ പല ഉമ്മമാരും വുളു സ്ഥിരമായി, ചില ആളുകൾക്ക് രോഗങ്ങൾ കാരണം അങ്ങനെ സ്ഥിരമായിട്ട് വുളു ഉണ്ടാക്കാൻ കഴിയില്ല. അവർക്ക് ചിലപ്പോൾ വുളു പെട്ടെന്ന് മുറിഞ്ഞു പോകുന്ന അവസ്ഥ അവരുടെ ശരീരത്തിലുണ്ടാകും. എന്താണെന്ന് പറയുന്നില്ല, പല രൂപങ്ങളിലുണ്ടാകും. പെട്ടെന്ന് വുളു മുറിയുന്ന സാഹചര്യങ്ങളുണ്ടാകും. അപ്പോൾ അവരൊക്കെ അതുകൊണ്ട് പരീക്ഷിക്കപ്പെട്ടവരാണ്. അവരുടെ മനസ്സിൻ്റെ ഉള്ളിൽ അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായാൽ തന്നെ അവർക്ക് പ്രതിഫലം ലഭിക്കും. എനിക്ക് എല്ലാ സമയത്തും വുളു എടുക്കണം എന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ എന്നെക്കൊണ്ടത് കഴിയുന്നില്ല, ഞാനൊരു നിത്യശുദ്ധിക്കാരനാണ്, അല്ലെങ്കിൽ എനിക്കിങ്ങനെ രോഗമുണ്ടായതുകൊണ്ട് പറ്റുന്നില്ല. എന്നിട്ട് നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ എന്തുണ്ട്, എനിക്കിങ്ങനെ എന്നും നിത്യമായി വുളു ഉണ്ടാവാനാണ് ആഗ്രഹം, എന്നാലും വിജയികളിൽ പെടാൻ പറ്റും. നമ്മൾ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ നീയത്ത് നന്നാക്കുക എന്നുള്ളതാണ് അതിനൊക്കെ പ്രധാനമായ കാര്യം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ ദായിമുൽ വുളു അതെല്ലാവരും ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുക എല്ലാ സമയത്തും. അതിന് പ്രയാസമൊന്നുമില്ല. ഒരു വുളു എടുക്കാൻ ആകെ 2-3 മിനിറ്റ് പോരെ. അത് നമ്മൾ എപ്പോഴും നമ്മൾ മുഖം കഴുകാൻ പോകുന്നുണ്ടല്ലോ. അല്ലെങ്കിലും ഒരു മുഅ്മിനിനെ സംബന്ധിച്ചിടത്തോളം, നിസ്കാരം നിലനിർത്തുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവന് ദായിമുൽ വുളു ആയിരിക്കും. അങ്ങനെ ഈ ദർസിലൊക്കെ പഠിക്കുന്ന മുതഅല്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളമൊക്കെ അവർ രാവിലെ സുബ്ഹ് കഴിഞ്ഞാൽ പിന്നെ അവരിങ്ങനെ ഇങ്ങനെ ക്ലാസ്സുകളിലായിരിക്കും, സബഖ് എന്ന് പറയും. ആ ക്ലാസ്സുകളിലായിരിക്കുമ്പോൾ അവർ വുളു എടുത്തുകൊണ്ടിരിക്കും എപ്പോഴും. കാരണം ക്ലാസ്സിൻ്റെ ടൈമിൽ സുബഹി നിസ്കാരം കഴിഞ്ഞിട്ടാണ്, അപ്പോൾ വുളു അവർക്കുണ്ട്. പിന്നെ അവർ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ചില വീടുകളിൽ പോകും, അല്ലെങ്കിൽ ക്യാൻറ്റീനിൽ ഭക്ഷണം കഴിക്കും. അപ്പോൾ ചില വീട്ടിൽ പോയി ഭക്ഷണം കഴിച്ച് വന്നാൽ പിന്നെ നേരെ പള്ളിയിലേക്ക് കയറുമ്പോൾ ളുഹായും തഹയ്യത്തും 2 സുന്നത്ത് നിസ്കാരം. ളുഹ നിസ്കാരത്തിൻ്റെ സമയമാണ്, പള്ളിയിൽ കയറിയ നിസ്കാരമുണ്ട്, ആ തഹയ്യത്ത് നിസ്കാരം, അതിനു വേണ്ടി വുളു എടുക്കും. പിന്നെ ളുഹർ വരെ അവർക്ക് ക്ലാസ് ഉണ്ടാകും. അപ്പോൾ ആ ക്ലാസ്സിലൊക്കെ അവർ വുളുവില്ല. പിന്നെ ളുഹറിനെ അവർ വാങ്കൊടുക്കാൻ വേണ്ടി ഇറങ്ങുമ്പോൾ വാങ്കൊടുത്ത് നിസ്കരിക്കാൻ, ളുഹർ നിസ്കാരത്തിന് വേണ്ടി ഇറങ്ങുമ്പോൾ എന്തായാലും വുളു എടുക്കുമല്ലോ. അങ്ങനെ വുളു എടുത്ത് വീണ്ടും അവർ ക്ലാസ്സിൽ പങ്കെടുക്കുന്നു. പിന്നെ അസറാകുമ്പോഴേക്ക് വുളു ഉണ്ടാകുന്നു. ഒരു മുതഅല്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഏകദേശം സമയത്തൊക്കെ വുളുവോട് കൂടിയാണ് അവരുണ്ടായിരിക്കുക. നമ്മളതിനെ പ്രാക്ടീസ് ചെയ്യാറുണ്ട്. അതേപോലെ തന്നെ കിടന്നുറങ്ങുന്ന സമയത്ത് ബ്രഷ് ചെയ്ത് വുളു ചെയ്താണ് അവരൊക്കെ കിടക്കാറുള്ളത്. അപ്പോൾ അങ്ങനെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിലും, അങ്ങനെ തന്നെയാണ് വേണ്ടത്. എല്ലാ സമയത്തും വുളു എടുക്കാൻ വേണ്ടി ശ്രമിക്കുക. വുളു എടുക്കുന്നതിൻ്റെ മുമ്പ് നമ്മൾ ബാത്റൂം പോകേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വുളു മുറിയേണ്ട സാഹചര്യം ഉണ്ടാവില്ല. അപ്പോൾ ഇതൊരു എന്തോ ഒരു റിസ്ക് ഉള്ള പരിപാടിയൊന്നുമല്ല. അപ്പോൾ ഇത് കേൾക്കുന്ന എല്ലാവരോടും എന്നോടും ഓർമ്മപ്പെടുത്താനുള്ളത്, നമ്മളൊക്കെ
ദായിമുൽ വുളു ഉള്ളവരായിരിക്കുക എന്നുള്ളതാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അങ്ങനെ ആ കാരണം കൊണ്ട് സ്വർഗപ്രവേശം സാധ്യമാകാൻ, ഈ ദുനിയാവ് നശ്വരല്ലേ, എത്ര കാലം നമുക്ക് ജീവിക്കാൻ സാധിക്കുക? അള്ളാഹു ജീവിക്കുന്ന അത്രയും കാലം അന്തസ്സോടെ അഭിമാനത്തോടെ ഒരാളെ മുമ്പിലും കൈ നീട്ടാതെ, അഭിമാനം നഷ്ടപ്പെടാതെ ഇസ്സത്തോടു കൂടെ ജീവിക്കാനുള്ള തൗഫീഖ് നൽകട്ടെ. ഒരാവർത്തി കൂടെ ഓർമ്മപ്പെടുത്തണം, ദർസിലേക്കുള്ള അഡ്മിഷന് വേണ്ടിയിട്ട് വേഗം കോൺടാക്റ്റ് ചെയ്യണം. കാരണം ഇപ്പോൾ തന്നെ ഒരു 10-15 ആളുകൾ ഇൻ്റർവ്യൂവിന് വേണ്ടി വരാൻ വേണ്ടി നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അവർ വന്ന് ഏകദേശം നമ്മളൊരു കൺഫേം ആയാൽ അവരെ ചൂസ് ചെയ്യും. പിന്നെ അവസരങ്ങൾ കുറവായിരിക്കും. അതുകൊണ്ട് നേരത്തെ അറിയിക്കുന്നവർക്ക് വേണ്ടി മാത്രമാണ് ലഭിക്കുക എന്നുള്ളത് ഓർമ്മപ്പെടുത്തണേ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മക്കളെയൊക്കെ സ്വാലിഹീങ്ങളായ മക്കളാക്കട്ടെ. ഇന്ന് വളർന്നു വരുന്ന ആധുനിക തലമുറയിലെ മക്കളെയൊക്കെ കാണുമ്പോൾ ദീനിൽ നിന്ന് അകന്ന് ജീവിക്കുന്ന എത്രയോ ആളുകളാണ്. നിസ്കാരം നിലനിർത്താതെ, ദീനിൽ നിന്ന് അകലുക എന്ന് പറഞ്ഞാൽ അതാണ്, നിസ്കാരം നിലനിർത്താതെ ഈ സോഷ്യൽ മീഡിയയിലൂടെ സഹോദരിമാരൊക്കെ, നമ്മുടെ പെങ്ങന്മാരൊക്കെ ഇങ്ങനെ ഡാൻസും കളിച്ച്, ഏത് പുതിയ സോങ് ഇറങ്ങിയാലും അതിനൊക്കെ ഡാൻസ് കളിക്കണം, അതിനൊക്കെ റീല് ചെയ്യണം എന്നൊരു ധാരണയിലേക്ക്, ഒരു പൊതുധാരണയിലേക്ക് എല്ലാവരും എത്തിയിരിക്കണം. അള്ളാഹു വലിയ ഹിഫ്ള് നൽകട്ടെ നമ്മുടെ മക്കൾക്ക്. സ്വലാഹിൻ്റെയും ഖൈറിൻ്റെയും അഹ്ലുകാരിൽ നമ്മുടെ മക്കളെയൊക്കെ റബ്ബ് സുബ്ഹാനഹു വ തആല ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് നമ്മൾ പ്രത്യേകം ദുആ ചെയ്യേണ്ടത്, എല്ലാവരും വളരെ ആത്മാർത്ഥമായിട്ട് നമ്മുടെ മജ്ലിസുകളിലൊക്കെ പങ്കെടുക്കുക. നൂറെ മദീനയുടെ ആത്മീയ മജ്ലിസ് എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും നടക്കുന്നുണ്ട്. നിങ്ങളതിലൊക്കെ കൃത്യമായി പങ്കെടുക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മയൊക്കെ വിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.